ഹായ് ഗൈസ്, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ക്രെഡിറ്റ്, അതായത് യുദ്ധം നിർത്തിയത് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ ട്രംപ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എല്ലാ ഇന്ത്യൻസിന്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, അതായത് അമേരിക്കയ്ക്കും ട്രംപിനും ഒരു പണി കൊടുക്കണമെന്ന്. എന്നാൽ ആ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ ട്രംപിന് ഒരു പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഒരു ലെവലും കൂടെ ഒന്ന് താഴോട്ട് ഇടിഞ്ഞു എന്ന് പറയാം. അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യക്ക് അനുകൂലമായി വരുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മീഡിയ പരമാവധി ഒന്ന് ഷോർട്ടായി പറഞ്ഞുകൊണ്ട് അത് പരമാവധി നെഗ്ലക്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വാർ അപ്ഡേറ്റ് എല്ലാം തന്നെ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ന്യൂസ് ചാനലിലെല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇന്ന് ആ കാര്യത്തിനെ കുറിച്ച് വേണ്ട, ഇന്ന് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ റീസെന്റ് ആയിട്ട് G7 മീറ്റിംഗ് നടന്നത് കണ്ടു. അപ്പോൾ ഈ G7 തന്നെ ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ്. കാരണം ഏറ്റവും വലിയ രണ്ട് എക്കണോമിയായ ഇനിയും ഇന്ത്യയും ഇല്ല. അങ്ങനെയാണ് ഈ G7 നടത്തുന്നത്. അപ്പോൾ ആ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ ഇതിലോട്ട് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ മോഡിയും അവിടെ പോയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് G7 നടക്കുമ്പോൾ തന്നെ ഈ ട്രംപ് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ടാക്കി. അതായത് ആദ്യം ഇമ്മാനുവൽ മാക്രോൺ, അതായത് ഫ്രാൻസ് പ്രസിഡന്റുമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കി. അതായത് ഈ യുദ്ധങ്ങൾക്കെല്ലാം തന്നെ അവർക്കൊരു എതിരഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ, ട്രംപിന് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമുണ്ടാക്കി. രണ്ടാമത്തത് ഇതിനെ ഹോസ്റ്റ് ചെയ്ത കാനഡ, അതായത് ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ട്രംപ് ആ ഒരു സ്ഥലം പെട്ടെന്ന് വിട്ടു. അതായത് ട്രംപ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ യുദ്ധത്തിനെ കുറിച്ച് പെട്ടെന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോയത്. എന്നാൽ ഈ G7 മീറ്റിംഗ് നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് എല്ലാ ലീഡേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ മറ്റു ലീഡേഴ്സിനെല്ലാം കണ്ടിരുന്നു. പക്ഷെ ട്രംപ് നേരത്തെ പോയതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ട്രംപ് മോഡിനെ വിളിച്ച് ഒരു 35 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ ഈ 35 മിനിറ്റിൽ, അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ട്രംപും കൂടെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതായത് റഷ്യ യുക്രൈൻ വാർ, ഇസ്രായേൽ പലസ്തീൻ വാർ, ഇസ്രായേൽ ഇറാൻ വാർ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് മാക്സിമം ഡിസ്കസ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് നമ്മുടെ ഫോറിൻ സെക്രട്ടറിയായ വിക്രം മിശ്രി സാർ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാർ പറഞ്ഞ കാര്യത്തിൽ, അതായത് ഓരോ പോയിന്റ് കേൾക്കുമ്പോഴും ട്രംപിന്റെ മുഖത്തടിച്ച പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു ഫോൺ സംഭാഷണത്തിൽ നമുക്കൊരു 5 പോയിന്റ് പ്രധാനപ്പെട്ട നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ട്രംപുമായിട്ട് ഒരു ഫോൺ കോൾ നടത്തുന്നത് എന്നുള്ളത്. അതായത് ട്രംപിന്റെ ഒന്നാമത്തെ കള്ളം ഇവിടെ പൊളിയാണ്. അതായത് ഞാൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധം നിർത്തിയത് എന്ന് പറഞ്ഞ് ആ കള്ളം ഇവിടെ ഒന്നാമത് പൊളിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത് തന്നെ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ മോഡി, അതായത് ട്രംപിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇനി എന്തെങ്കിലും അഗ്രഷൻ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തീവ്രവാദികൾ ഉള്ളിൽ വന്ന് ഞങ്ങളുടെ ഇന്നസെന്റ് ആയ ജനങ്ങളെ എന്തെങ്കിലും ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അത് ടെററിസം അല്ല. ഞങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് ടെററിസം എന്ന് പറയുന്ന വാക്ക് തന്നെ ഈ വട്ടം നീക്കി കളഞ്ഞിരിക്കുന്നു. അതിന് പകരമായിട്ട് ഞങ്ങൾ പുതിയൊരു വാക്കാണ് ചേർത്തിരിക്കുന്നത്, വാർ. അതായത് ഇനി എനി ആക്ഷൻ അഗെയിൻസ്റ്റ് ഇന്ത്യ വിൽ കൺസിഡർ ആസ് വാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യുദ്ധമായി കണക്കിലാക്കും. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും അഗ്രഷൻ വരികയാണെങ്കിൽ പാകിസ്ഥാനെ ഇല്ലാണ്ടാക്കുമെന്ന് ഓപ്പൺ ആയി തന്നെ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ട്രംപ് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ ഒരു യുദ്ധം നിർത്തുന്ന സമയത്ത്, അതായത് ട്രംപ് ഈ ട്രേഡ് ഡീൽ കൊണ്ടുവന്നുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും വന്ന് സൈൻ ചെയ്ത് എന്ന് പറഞ്ഞ് ഒരു ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയല്ലോ. എന്നാൽ വിക്രം മിശ്രി സാർ ഇപ്പോൾ ഓപ്പണായി പറഞ്ഞിരിക്കുന്നു, അതായത് ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തോ നടന്നു കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ പോലും ഒന്നും ഡിസ്കസ് ചെയ്തിട്ടോ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്തു. അതുമാത്രമല്ല, പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ യുദ്ധം നിർത്തിയത്. അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെയും ക്ലോസ്ഡ് അല്ല, ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധം തുടരാനും റെഡിയാണ് എന്നുള്ള രീതിയിലാണ് മൂന്നാമത്തെ പോയിന്റ് ഉള്ളത്. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് ട്രംപ് പറയുന്ന കാര്യമാണ്. അതായത് കാശ്മീർ ഇഷ്യൂ 1000 വർഷങ്ങളോളം നടക്കുന്ന ഇഷ്യൂ ആണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് തന്നെ, അതായത് ഇപ്പോൾ 100 വർഷം പോലും ആയിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ 1000 വർഷം? ആ ഒരു സമയത്ത് ഞാൻ ഇവർ തമ്മിൽ മീഡിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ അമേരിക്കയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ ഒറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് കാശ്മീർ തിരിച്ചു തരും എന്നുള്ളതാണ്. അല്ലാണ്ട് വേറൊരു ഡിസ്കഷൻ അതിലില്ല. അതിലൊരു തേർഡ് പാർട്ടിയുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ട്രംപിന്റെ അടുത്ത ക്രെഡിറ്റ് പോയിന്റും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവസാനത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ കാനഡയും അമേരിക്കയും അടുത്തടുത്ത രാജ്യങ്ങളാണല്ലോ. അതായത് പെട്ടെന്ന് ട്രംപ് ഇവിടുന്ന് പോയി. അപ്പോൾ മോഡിയോട് ആവശ്യപ്പെട്ടു, അതായത് ഇത്രയും അടുത്തല്ലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ ട്രംപ് ഇച്ചിരി കൂടെ ബിസിനസ് മൈൻഡിലാണ് ചെയ്തത്. കാരണം ഇപ്പോൾ അസിം മുനീർ അവിടെയുണ്ട്.
അപ്പോൾ ട്രംപ് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു മീറ്റിംഗ് വരുത്തുകയാണെങ്കിൽ ക്രെഡിറ്റ് ഫുൾ ആയിട്ടും തനിക്ക് എടുക്കാം എന്നുള്ളൊരു ക്രിക്കറ്റ് മൈൻഡും കൂടെ ട്രംപിന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ വെറുതെ കഴിക്കുമോ? ഇന്ത്യ പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ തങ്ങളെ കാണാൻ താല്പര്യമില്ല, അതായത് ഓൾറെഡി ഞാൻ ഈ G7 വരുന്നതിന് മുമ്പ് തന്നെ കുറെ അധികം അതായത് ഷെഡ്യൂൾ നടത്തിയതാണ്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സൈപ്രസിൽ പോയതിനെ കുറിച്ച് നാളെ വീഡിയോ വരുന്നുണ്ട്. ടർക്കിക്ക് ഒരു 8ന്റെ പണി കൊടുത്തു. അപ്പോൾ ഇതേപോലെയുള്ള പല മീറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഞാൻ റീഷെഡ്യൂൾ ചെയ്യാൻ തയ്യാറല്ല, ഞങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ പ്രകാരമാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓഫറും കൂടെ റിജക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു 35 മിനിറ്റ് ഫോൺ കോൾ മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ട്രംപ് ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയ ക്രെഡിറ്റ് എടുക്കലെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും കൂടെ ഇല്ലാണ്ടാക്കിയത്.